ഇതെല്ലാം എന്തോ ഒരു ഫേക്ക് പരിപാടി, എന്തോ ഒരു PR ക്യാമ്പയിൻ നടക്കുന്ന പോലെ. ഒരു റീല് വരുന്നു, അടുത്ത റീല് വരുന്നു, ഇത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ തന്നെ ഒരു 10-50 തന്നെ കണ്ടു. ദുബായിലുള്ള സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇതേ കാര്യം. അപ്പോൾ ഇറ്റ് ഓൾമോസ്റ്റ് ഫീൽസ് ലൈക്ക് ഇതെല്ലാം എന്തോ ഒരു ഫേക്ക് പരിപാടി, എന്തോ ഒരു PR ക്യാമ്പയിൻ നടക്കുന്ന പോലെ. ദർ ഇസ് എൻ അഡ്വർടൈസർ പെർമിറ്റ്. നിങ്ങളൊരു പെർമിറ്റ് എടുത്തിരിക്കണം. അപ്പോൾ അവർ പറഞ്ഞ കേട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ കട്ട് ദാറ്റ് പെർമിറ്റ്. അതോടെ നിങ്ങളുടെ ചാനലും പൂട്ടി വീട്ടിലിരിക്കേണ്ടി വരും. സോ മനസ്സിലായ, അങ്ങനെയാണ് ഇതിനെ ഇപ്പോൾ ആൾക്കാർ കണക്ട്. ഓക്കെ, അപ്പോൾ ബ്രോ ഈ വീഡിയോയിൽ പറയുന്നത് UAEയുടെ സേഫ്റ്റിയെ സപ്പോർട്ട് ചെയ്ത് റീസെൻ്റ്ലി വരുന്ന വീഡിയോസിന് പുറകിൽ ഒരു PR ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്നും ഇവിടുത്തെ UAE ഗവൺമെൻറ് ഇൻഫ്ലുവൻസേഴ്സ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നും ഇതിനായിട്ട് ഇവർക്കൊരു പെർമിറ്റ് ഉണ്ടെന്നും. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവിടെ മെയിനായിട്ട് 2 ടൈപ്പ് പെർമിറ്റാണുള്ളത്. ഒന്ന് സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷൻ ഓർ ഇൻഫ്ലുവൻസർ പെർമിറ്റ്, 2 ലൊക്കേഷൻ ഫിലിമിംഗ് പെർമിറ്റ്. ഇതിൽ ആദ്യത്തേത് നിങ്ങളൊരു പെയ്ഡ് പ്രൊമോഷൻസ് വീഡിയോസ് അല്ലെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് വീഡിയോസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇതെടുക്കൽ നിർബന്ധമാണ്. അല്ലാത്തവർക്ക് ഇത് ബാധകമല്ല. അതുപോലെ ചില പബ്ലിക് പ്ലേസുകൾ, ടൂറിസ്റ്റ് സ്പോട്ടുകൾ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ്റെ പെർമിറ്റ് നിങ്ങൾ എടുത്തിരിക്കണം. ഇത് തികച്ചും ഇവിടുത്തെ ട്രാഫിക് കൺട്രോളിനും ആളുകളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. അതല്ലാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ എന്തും എവിടെയും പോയി ക്യാപ്ചർ ചെയ്യാനും എന്ത് പ്രൊഡക്റ്റ് കിട്ടിയാലും അതിൻ്റെ ജെനുവിനിറ്റി നോക്കാതെ പ്രൊമോട്ട് ചെയ്യാനും ഇവിടെ നടക്കില്ല. അതിന് ഇവിടെ നിയന്ത്രണങ്ങളുണ്ട്. ഈ ഒരു സുരക്ഷാ വീഴ്ച ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫേക്ക് ന്യൂസുകളും സോഷ്യൽ മീഡിയ ക്രൈമുകളും കൂടി വരുന്നത്. സോ മനസ്സിലായ, അങ്ങനെയാണ് ഇതിനെ